ഒരു അടിപൊളി പടമാണ് ഈവിൾ ഡെഡ് ബേൺ. ഈവിൾ ഡെഡ് പടങ്ങളുടെ ഒരു നോർമൽ സ്ട്രക്ചർ നമുക്കറിയാമല്ലോ. ഒരുപാട് വയലൻസ് ഉണ്ടായിരിക്കും ആ പടത്തിൽ. ഈ പടത്തിലും അതിൽ വ്യത്യാസമൊന്നുമില്ല. കംപ്ലീറ്റ് വയലൻസ് ആണ്. എ സർട്ടിഫൈഡ് റേറ്റ് ആയിട്ട് ഒരൊറ്റ സീൻ പോലും കട്ട് ചെയ്യാതെ സെൻസർ ബോർഡ് ഈ പടം ഇന്ത്യയിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പലർക്കും കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അൺസെൻസേർഡ് ആയിട്ടൊരു പടം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സീനിലും വയലൻസ് വാരി വെച്ച് ചങ്ങ് കിട്ടുക. അതായത് ഇപ്പോൾ സെൻസർ ബോർഡ് എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ പടം മൊത്തം കട്ട് ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അവർ കട്ട് ചെയ്യാതെ പടം ഇറക്കാൻ സമ്മതിക്കുന്നതായിരിക്കും. സോ അങ്ങനെ ഇറങ്ങിയ ഒരു പടമാണ് ഈവിൾ ഡെഡ് ബേൺ. ഞാൻ അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. അപ്പോൾ ഒരുപാട് വയലൻസ് ഉണ്ട്, ഇഷ്ടംപോലെ വയലൻസ് ഉണ്ട്. അപ്പം ആ ടൈപ്പ് ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള വകുപ്പ് എല്ലാം തന്നെ ഈ പടത്തിലുണ്ട്. അല്ലാത്തവർക്ക് ഈ പടം കണ്ടിരിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പാരൻ്റ് ഡിസ്ക്ലെയിമർ, 18+ ഫിലിമാണ്. അങ്ങനെയുള്ളവർ മാത്രം കാണാൻ പോവുക. ഈ പടത്തിലെ സ്റ്റോറിയിലെ കാര്യമായിട്ടൊന്നുമില്ല. നോർമൽ സ്റ്റോറി ലൈൻ, ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ. ഒരു ഡെമൺ വരുന്ന ഒരു ഫാമിലിയിലേക്ക്, സിമ്പിൾ ആസ് ദാറ്റ്. അവിടുന്ന് ഒരു സർവൈവർ വരുന്നു, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കഥ. അപ്പോൾ ആരാ സർവൈവർ ആവുന്നത് അതൊക്കെ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്ന കേസ് തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. സസ്പെൻസ് ത്രില്ലറായിട്ടൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ചില സീൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു സിംഗിൾ ഷോട്ടിൽ എടുക്കുന്ന ഒരു അടിപൊളി സീനുണ്ട്. അതൊക്കെ ലൈക്ക് എന്താ പറയുക, കണ്ടിരിക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ് ബാക്കിൽ വയലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്നാൽ പോലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ പടം ഒരുക്കിയിട്ടുള്ളത്. സോ ഇത്തരം ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മസ്റ്റായിട്ട് പോയി കാണേണ്ട ഫിലിം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഫോർ മീ ഇറ്റ്സ് എ 4/5 റേറ്റിംഗ് ഫിലിം. നല്ല പടമായിരുന്നു. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത് കണ്ട ഫിലിമാണ്. ഐ വാച്ച്ഡ് ഇറ്റ് ഇൻ 4DX. അപ്പോൾ 4DXൽ കണ്ടാൽ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജംപ് സ്കെയർസൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ജംപ് സ്കെയർസ് വരുമ്പോൾ സീറ്റ് ഇളകുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി ആ ഒരു സ്കെയർ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കണ്ടു നോക്കുക. ഇറ്റ്സ് വർത്ത് വാച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളൂ.